എല്ലാവർക്കും ജോഷ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ്. 1949 ജൂലൈ 1 തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായത്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ളതും കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരം ഉൾക്കൊള്ളുന്നതുമായ ജില്ലയാണ് തിരുവനന്തപുരം. അനന്തപുരി എന്ന പേരിലും തിരുവനന്തപുരം അറിയപ്പെടുന്നു. 2192 ചതുരശ്ര കിലോമീറ്ററാണ് തിരുവനന്തപുരം ജില്ലയുടെ വിസ്തീർണം. സാക്ഷരത 92.66%. പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള തിരുവനന്തപുരം പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ്. 1869 സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. വില്യം ബാർട്ടനാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി. ആയില്യം തിരുനാൾ രാജാവിൻ്റെ കാലത്താണ് ഇത് പണി കഴിപ്പിച്ചത്. സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കാണുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. സെക്രട്ടേറിയറ്റിന് പുറത്തു കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്കായ ടെക്നോ പാർക്ക് 1990 കഴക്കൂട്ടത്ത് സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യത്തെ അനിമേഷൻ പാർക്കാണ് കിൻഫ്ര ആനിമേഷൻ പാർക്ക്. കിൻഫ്ര ആനിമേഷൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്കായ ആക്കുളം ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം ആക്കുളത്താണ്. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്. തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ. ചിത്രലേഖ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പ്രശസ്തമായ മേത്തൻമണി കാണപ്പെടുന്നത് കുതിരമാളികയിലാണ്. സ്വാതി തിരുനാളാണ് കുതിരമാളിക പണി കഴിപ്പിച്ചത്. സ്വാതി തിരുനാൾ പണി കഴിപ്പിച്ച നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കരമന നദിയിൽ സ്ഥിതി ചെയ്യുന്ന അരുവിക്കര ഡാം തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം നദി. 88 കിലോമീറ്ററാണ് വാമനപുരം നദിയുടെ നീളം. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നദി. പ്രശസ്തമായ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം 1958 സ്ഥാപിതമായി. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമായ നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യാർ മല ബയോ റിസർവിൻ്റെ ഭാഗമാണ്. അഗസ്ത്യാർ ക്രോക്കോഡിൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതം 1983 സ്ഥാപിതമായത്. അരിപ്പ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാലോടാണ്.
4 പതിറ്റാണ്ടോളമായി പ്രധാന പക്ഷി നിരീക്ഷകരുടെ എല്ലാം പറുദീസയാണ് അരിപ്പ പക്ഷി സങ്കേതം. 270-ലേറെ പക്ഷിവർഗങ്ങളെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല. 1868 മീറ്ററാണ് അഗസ്ത്യമലയുടെ ഉയരം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അഗസ്ത്യവനത്തിലാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഒരു കൊടുമുടിയാണ് അഗസ്ത്യമല. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അഗസ്ത്യമല തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു. തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി എന്നീ ജില്ലകളിലും കേരളത്തിലെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലുമായാണ് ഈ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ: കനകക്കുന്ന് കൊട്ടാരം, കോയിക്കൽ കൊട്ടാരം, കവടിയാർ കൊട്ടാരം, കുതിരമാളിക, കിളിമാനൂർ കൊട്ടാരം. പ്രകൃതി രമണീയതയിൽ മുന്നിട്ടു നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കേന്ദ്രങ്ങളാണുള്ളത്. പൊന്മുടി, കല്ലാർ മീൻമുട്ടി, കൊമ്പൈക്കാണി ജലപാതകൾ, വേളി, കോവളം, വിഴിഞ്ഞം, അഗസ്ത്യമല, അരുവിക്കര ഡാം, നേപ്പിയർ മ്യൂസിയം, മൃഗശാല, പ്രിയദർശിനി പ്ലാനറ്റോറിയം തുടങ്ങിയവയാണ് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലാണ്. 1855 ഈ മ്യൂസിയം സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യത്തെ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് 1857 തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ, ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ എന്നീ ബഹുമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 1940 തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത്. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവൽകൃത പഞ്ചായത്തായ വെള്ളനാട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നിലവിൽ വന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി നിലവിൽ വന്നത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ കാട്ടാക്കടയിൽ സ്ഥിതി ചെയ്യുന്ന നെട്ടുകാൽത്തേരി തുറന്ന ജയിലാണ്. 1962 ഓഗസ്റ്റ് 8 നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥാപിതമായത്. നെയ്യാർ ഡാമിനടുത്തായി 472 ഏക്കറിലായിട്ടാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിലായ പൂജപ്പുര സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി ATM ആരംഭിച്ചത് 1992 തിരുവനന്തപുരത്താണ്. ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ സോയിൽ മ്യൂസിയമാണ് പാറോട്ടുകോണത്ത് സ്ഥിതി ചെയ്യുന്ന സോയിൽ മ്യൂസിയം. 2014 ജനുവരി 1 ഈ സോയിൽ മ്യൂസിയം ആരംഭിച്ചത്. കേരളത്തിലെ വിവിധയിനം മണ്ണുകളുടെ വൈവിധ്യം പ്രദർശിപ്പിക്കുന്ന മ്യൂസിയമാണ് സോയിൽ മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ IG ആയിരുന്നു N. ചന്ദ്രശേഖരൻ നായർ. ഇദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി
പണി കഴിപ്പിച്ച ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ഏക സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്താണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരമാണ് ശാന്തിഗിരി ആശ്രമം. ശാന്തിഗിരി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടാണ്. കേരളത്തിലെ ആദ്യ എഞ്ചിനീയറിംഗ് കോളേജായ CET സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്താണ്. 1939 ജൂലൈ 3 CET സ്ഥാപിതമായത്. 1881 ആദ്യത്തെ ഫൈൻ ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ വിമൻസ് കോളേജ് 1920 തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 1951 സ്ഥാപിതമായി. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉദ്ഘാടനം ചെയ്തത്. ആദ്യത്തേതും ഏറ്റവും പ്രാധാന്യമേറിയതുമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് ഇത്. കേരളത്തിലെ ആദ്യ മാനസിക ആരോഗ്യ കേന്ദ്രം 1870 തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ സ്ഥാപിതമായി. തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാൾ രാജാവാണ് ഈ മാനസിക ആരോഗ്യ കേന്ദ്രം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ അമ്മത്തൊട്ടിൽ 2002 നവംബർ 14 തിരുവനന്തപുരം ജില്ലയിലെ തൈക്കാട്ടിൽ സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം 1943 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം 1982 തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിൽ സ്ഥാപിതമായി. കേരളത്തിലെ ആദ്യ വിമാനത്താവളം 1932 കൊല്ലം ആശ്രാമത്ത് സ്ഥാപിതമായി. 1935 അന്നത്തെ ദിവാനായ സർ CP ഇത് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. കേരളത്തിലെ ആദ്യ പബ്ലിക് ലൈബ്രറിയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി 1829 തിരുവനന്തപുരത്ത് സ്ഥാപിതമായി. സ്വാതി തിരുനാൾ ബാലരാമവർമ്മയാണ് ഈ പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയും നല്ല വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.